Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ബോർഡർ ഡിസൈനിങ് ആണ്. ഇതിനു മുമ്പ് രണ്ട് ബോർഡർ ഡിസൈനിങ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് രണ്ടും ക്രോഷ്യോ വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്രോഷ്യോ വെച്ച് ബോർഡർ ഡിസൈനിങ് ചെയ്തത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, കയറി കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ബോർഡർ ഡിസൈൻ ചെയ്യുന്നത് സാധാ നോർമൽ നീഡിലും ത്രെഡും ആങ്കറിൻ്റെ ത്രെഡോ അല്ലെങ്കിൽ മെഷീനിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് യൂസ് ചെയ്തും ചെയ്യാവുന്ന ബോർഡർ ഡിസൈനിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് 5 ബോർഡർ ഡിസൈൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ 5ഉം നമുക്ക് കാണാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നേരത്തെ സ്കിൽ കോൺടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം 28 വീഡിയോസ് എനിക്ക് കിട്ടി. നേരത്തെ പറഞ്ഞ റൂൾ പ്രകാരം 12 വീഡിയോസാണ് ഞാൻ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ 28 വീഡിയോസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇവർ എല്ലാവരും എനിക്ക് അയച്ചു തന്ന എല്ലാവരും തന്നെ ആദ്യമായിട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വളരെയധികം എഫോർട്ട് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തന്നേക്കുന്നത്. അപ്പോൾ അതിൽ ചിലവർക്കൊക്കെ എടുത്ത് അയച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാവും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്തായ, ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അയച്ചു തരാൻ എന്താ ബുദ്ധിമുട്ടെന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ എഡിറ്റ് ചെയ്ത് അയച്ചു തന്ന 28 വീഡിയോസ് എനിക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് എനിക്ക് തോന്നണം. അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ 12 വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ബാക്കി ആൾക്കാരുടെ എഫോർട്ട് ഞാൻ കണ്ടില്ല എന്ന് ധരിക്കുന്നു എന്നുള്ളൊരു വിചാരം എനിക്കും വരുന്നു. അപ്പം ഈ 28 ഞാൻ പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പബ്ലിഷ് ചെയ്യുന്ന ദിവസങ്ങൾ ഈ ജാനുവരി 26 ചൊവ്വാഴ്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ വീഡിയോ വെച്ച് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ചൊവ്വ, ബുധൻ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിലായിരിക്കും സ്കിൽ കോൺടെസ്റ്റിൻ്റെ വീഡിയോസ് പബ്ലിഷ് ചെയ്യണേ. തിങ്കളും വെള്ളിയും സാധാരണ നമ്മുടെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. അത് ഡിസ്പ്ലേ ആകാം, ട്യൂട്ടോറിയൽ ആകാം, അങ്ങനെയുള്ള വീഡിയോസ് വരും. അപ്പം കുറച്ച് ആഴ്ചത്തേക്ക് എല്ലാ ദിവസവും അമ്മൂസ് ക്രിയേഷൻ്റെ വീഡിയോസ് ഉണ്ടാകും. ചൊവ്വ, ബുധൻ, വ്യാഴം, ശനി, ഞായർ സ്കിൽ കോൺടെസ്റ്റിൻ്റെ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഈ 28 വീഡിയോസ് പബ്ലിഷ് ചെയ്ത് കഴിയുന്നത് മാർച്ച് 1st വീക്ക് ആകുമ്പോഴാണ് തീരത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. റിസൾട്ട് പബ്ലിഷ് ചെയ്യണത് നേരത്തെ പറഞ്ഞവരെ റിസൾട്ട് വരുന്നത് 1st, 2nd, 3rd വരുന്നത് വ്യൂസും ലൈക്സിനെയും ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്തവരാണ്, ആദ്യമായിട്ട് ചെയ്തവരുമാണ്. അപ്പോൾ അവരുടെ മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്തും കണ്ടും ലൈക്ക് ചെയ്തൊക്കെ മാക്സിമം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ചില വീഡിയോസൊക്കെ നല്ല ക്വാളിറ്റിയുടെയാണ്, ചിലതൊക്കെ കുറച്ച് കുറവാണ്. എന്നാലും അവരെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കരുത്. എല്ലാവരെയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ സ്കിൽ കോൺടെസ്റ്റിൻ്റെ വീഡിയോസിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇന്നത്തെ വീഡിയോയുടെ കാര്യം പറയാം. ഇന്ന് നമ്മൾ ബോർഡർ ഡിസൈനാണ് ചെയ്യണത്. അത് 5 ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആണ് കാണിക്കുന്നത്. അത് ഞാൻ കാണിക്കുന്നത് ചുരിദാറിൻ്റെ സ്ലീവ്സിലാണ് തയ്ച്ച് കാണിക്കുന്നത്. ഇത് ചുരിദാറിൻ്റെ സ്ലീവ്സിൽ മാത്രമല്ല, ടവല്, ഹാൻഡ് ടവല്, കർച്ചീഫ്, കുഷ്യന്, സാരിയുടെ, ഷോളിൻ്റെ, അങ്ങനെ പലതിലും എന്തിലും ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യുന്നത് ഇന്ന് സ്ലീവ്സിലാണെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ തയ്ക്കാനായിട്ട് ഒരു ചുരിദാറിൻ്റെ സ്ലീവാണ് എടുത്തിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഇത് ഓൾറെഡി സ്റ്റിച്ച്ഡ് ചുരിദാറാണ്. അപ്പോൾ അതിൻ്റെ സ്ലീവിൽ ഇങ്ങനെ ഒരു തയ്യലുണ്ട്. നമ്മൾ അതിൻ്റെ മേളിൽ കൂടിയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആങ്കറിൻ്റെ 3 strands ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ തടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ 4 strandsോ 6 strandsോ യൂസ് ചെയ്യാം. അപ്പം അടിയിൽ ഇതിന് കെട്ടിയിട്ടിട്ട് നമ്മൾ ഈ ഒരു ജോയിൻറ്റ് എവിടെയാണ് നടുക്ക് ഈ ജോയിൻറ്റ് വന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം കെട്ടിടുന്ന പോർഷൻ അവിടെ പൊക്കോളും. എന്നിട്ട് തൊട്ട് ഈ മേളിൽ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമുക്ക് എന്തോരം വീതിയിലാണ് അതിൻ്റെ തയ്യൽ വരണ്ടേ എന്നുള്ളത് അവരവരുടെ ഇഷ്ടം. കുഞ്ഞിതാണെങ്കിൽ കുഞ്ഞിത്, വലുതാണെങ്കിൽ വലുത്. ഇങ്ങനെ ഒരു വിരലിൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ അതിങ്ങനെ വലിഞ്ഞിരുന്നോളും. അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത് ലൈനിങ് ആയിട്ട് എടുക്കണമെന്നില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ലൈനിങ് ആയിട്ട് എടുത്തിട്ടില്ല. അത് ഇങ്ങനെ ഇവിടെ ഇത് വരുന്നില്ല. അങ്ങനെ എടുക്കണമെങ്കിൽ എടുത്തോ, ഇല്ലയെന്നുണ്ടെങ്കിൽ ലൈനിങ് ആയിട്ട് എടുക്കാണ്ട് മേലത്തെ തുണി മാത്രം എടുത്ത് തയ്ച്ചാലും മതി. ഇനി ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. ഇത് അടുപ്പിച്ച് അകത്തൽ അതെല്ലാം നമ്മുടെ അടുത്തടുത്ത് വേണോ അകന്നകന്ന് വേണോ എന്നുള്ളതെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം നമുക്ക്. അപ്പം ഇതുപോലെ നമ്മുടെ ചുരിദാറിൽ ഏത് കളർ എംബ്രോയ്ഡറിയാണ് ചെയ്തേക്കുന്നത് ആ കളർ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് നമുക്കിതുപോലെ സ്ലീവ്സിൽ
ചെയ്യാം. അതുപോലെ തന്നെ ബോട്ടം പോർഷനിൽ വേണമെങ്കിൽ സ്ലിറ്റിൻ്റെ അവിടെ ബോട്ടം അങ്ങനെ അവിടെയൊക്കെ നമുക്കിതുപോലെ വർക്ക് ചെയ്യാം. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള സാധാ നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്താണ് തയ്ക്കുന്നത്. ഇതുപോലെ ഫുൾ സ്ലീവും നമുക്ക് തയ്ച്ച് പോയച്ചാൽ മതി. തയ്ക്കുമ്പോൾ ഒരു വേണമെങ്കിൽ ഒരു റഫായിട്ടൊരു ലൈൻ ഇട്ടാൽ ഈക്വൽ ലെങ്ത്തിലുള്ള ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കിട്ടും. ഇതുപോലെ നമുക്ക് ഫുൾ സ്ലീവും തയ്ച്ചെടുക്കാം. ഇതാണ് ഒരു പാറ്റേൺ നമുക്ക് സ്ലീവ് തയ്ക്കാനുള്ള. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തയ്ച്ച് തീർക്കാം. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് സ്ലീവ് തയ്ച്ചതാണ് ഇത് കാണുന്നത്. അപ്പോൾ സ്ലീവിൽ ഇത് ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ 2 സ്ലീവും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് സെക്കൻഡ് രീതിയിൽ എങ്ങനെയാണ് തയ്ക്കണേ എന്ന് കണ്ടു നോക്കാം. അടുത്തത് നമ്മൾ ചെയ്യണത് വേറൊരു സ്ലീവിൽ വേറൊരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യണത്. അതിൻ്റെ ഇതുപോലെ തന്നെ 3 സ്ട്രാൻഡ്സ് എടുക്കുക, കെട്ടിട്ടിട്ട് ഈ ഒരു പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ചെയ്യണത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ തന്നെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് നമ്മൾ തയ്ച്ച് അതുപോലെ തന്നെ നമ്മൾ തയ്ക്കുന്നു. അതുപോലെ നീഡിലിൻ്റെ അടിയിൽ കൂടെ എടുക്കുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ചെയ്ത ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നീഡിൽ വെക്കുന്നു. ഈ ത്രെഡ് ഇങ്ങനെ മേളിൽ കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുന്നു. എങ്ങനെ ത്രെഡ് നീഡിലിൻ്റെ മേളിൽ കൂടെ പിന്നെ താഴത്തേക്ക് കൂടെ ഇങ്ങനെ വെച്ചിട്ട് നീഡിൽ പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു നോട്ട് വരും. ഇതിപ്പോൾ 3 സ്ട്രാൻഡ്സ് ആയതുകൊണ്ട് ഈ നോട്ട് ഒത്തിരി വലിയതൊന്നുമല്ല. നിങ്ങൾ 6 സ്ട്രാൻഡ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ആ നോട്ട് കുറച്ചും കൂടെ മുഴുപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇതിൽ 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ മുഴുപ്പിൽ ആ നോട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നോട്ടഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ വരുന്നതുകൊണ്ടാണ് നോട്ടഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇടയിൽ കൂടെ പാസ് വെക്കുക, ഇടയിൽ എടുക്കരുത്, ഇടയിൽ വെക്കുക. എന്നിട്ട് ത്രെഡ് മേലിൽ കൂടെയും താഴത്തെ കൂടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ നീഡിൽ പാസ് ചെയ്യുക. ഇതുപോലെ നമുക്ക് ഇതിപ്പോൾ ഞാനിവിടെ കാണിക്കുന്നതെല്ലാം ചുരിദാറിൻ്റെ സ്ലീവ്സിലാണ്. ഇത് നമുക്ക് ചുരിദാറിൻ്റെ സ്ലീവ്സിൽ, ഷോളിൻ്റെ ഇപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ ചെയ്യാം. ടവല്, ഹാങ്കർചീഫ്, ചെയർ ബാക്ക് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും അരികിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഡിസൈനിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. ബ്ലാങ്കറ്റിൻ്റെ ഈ വന്നേക്കുന്ന ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് വെച്ച് വലിച്ചാൽ മതി. എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഈ ചുരിദാറിൻ്റെ സ്ലീവ്സിൽ മുഴുവനും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ വരും, നോട്ടായിട്ടും ബ്ലാങ്കറ്റ് സ്റ്റിച്ചായിട്ടും. ഇതുപോലെ നമുക്കിത് ഫുള്ളും ചെയ്തെടുക്കാം. നോട്ടഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് ചെയ്തെടുത്തേക്കുന്നതാണ് ഇത് മുഴുവനും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഇങ്ങനെ നോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാൽ കുറച്ചും കൂടെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഡിഫറെൻറ്റ് സ്റ്റൈൽ എന്താണെന്ന് നോക്കാം. അടുത്ത സ്ലീവിൽ നമുക്ക് തയ്ക്കാം. ഇതിനെല്ലാത്തിനും ഞാൻ 3 സ്ട്രാൻഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇതെല്ലാം ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഓരോ വേരിയേഷൻസ് ആണ്. ഇത് തയ്ക്കുന്ന ഈ ബോർഡർ തയ്ക്കുന്ന എല്ലാ സ്റ്റിച്ചും ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഓരോ വേരിയേഷനാണ്. അപ്പോൾ ഇതുവരെ തന്നെ ആദ്യം തന്നെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആദ്യം തന്നെ തയ്ക്കുക. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് മേളിൽ നിന്ന് താഴത്തോട്ടാണ് നമ്മൾ നീഡിൽ കൊണ്ടുവരുന്നത്. ഈ സെയിം തൊട്ടടുത്ത് നിന്ന് തന്നെ മേളിൽ നിന്ന് എന്തോരം ലെങ്ത്ത് നമ്മൾ താഴെ എടുത്തേക്കുന്ന ആ ഒരു ലെങ്ത്തിൽ ഇങ്ങോട്ടേക്ക് തൊട്ടടുത്ത് തന്നെ, സെയിം പോയിന്റ് വേണ്ട, തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ നീഡിൽ വെക്കുക. എന്നിട്ട് ഈ ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവരുന്നു. ഇതിങ്ങനെ ഇവിടെ കൂടെ വന്നു മേളിലോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെ വെക്കുക. എന്നിട്ട് നീഡിൽ പാസ് ചെയ്യുക. പാസ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ മേളിലൊരു കെട്ടുപോലെ വരുകയും ചെയ്യും. 2 ലൈൻസും വരും ഇവിടെ. ഇതിനാണ് ട്വൈൻ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ട്വൈൻ അല്ലെങ്കിൽ മിറർ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയും. ഇനിയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ മേളിൽ നിന്ന് താഴത്തോട്ട് എന്തോരം ഡിസ്റ്റൻസാണ് നമ്മൾ എടുത്തത് എന്ന് വെച്ചാൽ അത്രയും ഡിസ്റ്റൻസ്. ഇങ്ങനെ ഈ ത്രെഡ് നീഡിലിൻ്റെ താഴത്തേക്കൂടെ
ഇങ്ങനെ കൊണ്ടുവരിക, ഇതിലേക്കൂടെ കൊണ്ടുവരിക, എന്നിട്ട് മേളിൽ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇത് നീഡിൽ പാസ് ചെയ്യുക. പാസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. മേളിൽ നോട്ട് ഇങ്ങനെ. ഇതാണ് രണ്ട് ലൈൻസ് വരുന്നതുകൊണ്ടാണ്, 2 ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പോലെ വരുന്നതുകൊണ്ടാണ് ട്വൈൻ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ട്വൈൻ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവാണിത്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഈ കളർ എംബ്രോയ്ഡറിയും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലെയിൻ കുർത്തയിലാണെങ്കിൽ നമുക്ക് ഇതുവരെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റൈൽ കണ്ടു നോക്കാം. അപ്പോൾ അടുത്ത സ്ലീവിൽ നമുക്ക് തയ്ക്കാം. ഇതിന് ഞാൻ 3 strands ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ പേര് ക്രോസ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അത് ഇത്തിരി ക്രോസ് വരണം. അപ്പോൾ ഇങ്ങനെയും വേണമല്ലോ ക്രോസ് വരാൻ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ചെരിച്ച് തന്നെയാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ ഇത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നീഡിലിങ്ങനെ ചെരിച്ചെടുക്കുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ക്രോസ് വന്നെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണമല്ലോ. അപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ക്രോസിന് ചെയ്യുന്നു. നീഡിലിൻ്റെ അടിയിൽ കൂടെ ത്രെഡ് പാസ് ചെയ്യും. നമ്മുടെ ആദ്യത്തെ ക്രോസ് കിട്ടി. ഇനി നമ്മുടെ ഡിസ്റ്റൻസൊക്കെ നമ്മുടെ ഇഷ്ടം. അത് ഇതിന് ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെയാണ് ത്രെഡ് ക്രോസ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് നമ്മൾ ത്രെഡ് വന്നത് അവിടെ തന്നെ നീഡിൽ പൊക്കണം കേട്ടോ. ത്രെഡ് അടിയിൽ കൂടെ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് ഫുൾ സ്ലീവ്സും നമ്മുടെ സ്ലീവ്സ് മുഴുവനും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ക്രോസ് സ്റ്റിച്ച് വെച്ചിട്ട് ഫുൾ സ്ലീവ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് അകത്തി ചെയ്യണമെങ്കിൽ അകത്തി ചെയ്യാം. അത് ഡിസ്റ്റൻസ് ഒക്കെ അടുപ്പിച്ച് ചെയ്യണമെങ്കിൽ അടുപ്പിച്ചും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇത്തിരി അടുത്തായിരിക്കണേ, ഇവിടെ വന്നപ്പോൾ കുറച്ചാകുന്നു. അതുവരെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്തത് ചെയ്യാം. അപ്പോൾ അടുത്ത ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. അതിനും ആദ്യം തന്നെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആദ്യം ഒന്ന് ചെരിച്ചെടുക്കുക കേട്ടോ. ഷെവറോൺ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ ഒന്ന് ചെരിച്ചെടുക്കുക. ഇതൊരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ ചെരിച്ചെടുത്തു. നമുക്കിതിൻ്റെ അകത്ത് 3 വട്ടം ഒരു പോയിന്റിൽ നിന്ന് തന്നെ എടുക്കണം. രണ്ടാമത് വീണ്ടും എടുത്തു. ആ സെയിം ഹൈറ്റിൽ തന്നെ എടുക്കുക. ആ സെയിം പോയിന്റിൽ തന്നെ ഒരെണ്ണം കൂടെ എടുക്കുക. അപ്പോൾ 3 ഇതായിട്ട് വരും. ഇങ്ങനെ 3 വട്ടം നമ്മൾ ചെയ്തു. ഇനി അടുത്ത ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട്, ഈ ഒരു ഡിസ്റ്റൻസ് വിടണം എല്ലാത്തിനും സെയിം തന്നെ ആവാൻ ശ്രമിക്കുക. വീണ്ടും കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് നമ്മൾ എടുത്തു. വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട്, ഇച്ചിരി ചെരിഞ്ഞായിരിക്കുന്നത്. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നടുക്കത്തത് എടുക്കുന്നത്. ഇനി അടുത്ത സൈഡിലോട്ട് ഇനി ഇവിടെ എന്തോരം ഡിസ്റ്റൻസ് കിട്ടും ആ ഡിസ്റ്റൻസ് തന്നെ ഇവിടെ വിടാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു യൂണിഫോമിറ്റി കിട്ടും. ചെരിച്ചെടുക്കുക ആദ്യം, പിന്നെ സ്ട്രെയിറ്റ്, പിന്നെ സ്ട്രെയിറ്റ്. ഇതിപ്പോൾ എടുക്കുമ്പോഴൊക്കെ താഴെ ലൈനിങ് കൂടാതെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പയ്യെ എടുത്തേച്ചാൽ മതി. താഴെ നീഡിൽ വരാത്ത രീതിയിൽ ചെയ്യാം നമുക്ക്. ഇതുപോലെ നമുക്ക് ഫുൾ സ്ലീവ്സ് ഇതുവരെ അങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാം ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഷവറോൺ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ഫുൾ സ്ലീവും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് 5 ഡിഫറെൻറ്റ് രീതിയിൽ തയ്ക്കുന്നതാണ് കണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ 5 ഡിഫറെൻറ്റ് സ്റ്റൈൽസും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കാണാം.